ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക് എന്നുള്ള കോൺസെപ്റ്റാണ്. എന്താണ് ഈ ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്, എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ പ്രത്യേകത, എന്തൊക്കെയാണ് ഇതിൻ്റെ കമ്പോണൻസ്, എന്തൊക്കെയാണ് ഇതിലൂടെയുള്ള അപ്ലിക്കേഷൻസ്, എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഈ ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്, അതിനെ നമുക്ക് FOPL എന്ന് പറയാം. അതിൻ്റെ മറ്റൊരു പേരാണ് ഫസ്റ്റ് ഓർഡർ ലോജിക്, അതിനെ നമുക്ക് FOL എന്നും പറയാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോർമൽ ലോജിക്കൽ സിസ്റ്റമാണ് ഈ FOPL അല്ലെങ്കിൽ FOL എന്നൊക്കെ പറയുന്നത്. എന്തിനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത് ഇത്രയും വൈഡായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഓരോ കാര്യങ്ങൾ, ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ റീസണിങ് വേണം. ഇപ്പോൾ ഇന്ന ഡിസിഷനിലെത്തുന്നത് ഇന്ന കാരണം കൊണ്ടാണ് എന്നുള്ളൊരു പ്രൂഫ് അവിടെ വേണം. അവിടെ എന്ത് വേണം? അപ്പോൾ രണ്ട് ഒബ്ജക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അതിന് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് കാണിക്കേണ്ടി വരും. റീസണിങ് എന്തും ആവാമല്ലോ. അതല്ലെങ്കിൽ ഇന്ന റൂൾസിൻ്റെ ബേസിലാണ് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള റീസണിങ് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ലോജിക്കൽ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതൊരു പക്ഷേ നോളജ് റെപ്രസെൻറ്റേഷൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും റീസണിങ് ആവാം, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഇൻ്റർഫിയറൻസ് ആവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് ക്വാണ്ടിഫയേഴ്സ്, പ്രെഡിക്കേറ്റ്സ്, വേരിയബിൾസ്, ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ്. അതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമ്മൾ ഇത്തരം പ്രെഡിക്കേറ്റുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു റിയൽ വേൾഡ് നോളജ് വെച്ചിട്ട് എങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ട് എക്സ്പ്രസീവായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, അതാണ് ഈ ലോജിക്കൽ സിസ്റ്റത്തിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്? നമ്മളിപ്പോൾ പറഞ്ഞു എന്തിനാണിത്? നമുക്ക് റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്യാൻ. ഇപ്പോൾ ഒരു രണ്ട് ഒബ്ജക്റ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാക്റ്റുകളോ റൂളുകളോ ഒരു ഡൊമൈനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാണ്. പ്രത്യേകിച്ച് കൂടുതൽ പ്രിസൈസായിട്ട് അതൊക്കെ എന്ത് ചെയ്യാണ്? എക്സ്പ്രസ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഡിസിഷൻ മേക്കിംഗ് നടത്തുക. അതാണ് ഇതിൻ്റെ മെയിൻ എയിം. ഇനി FOPLനകത്തുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം കോൺസ്റ്റൻസ് ആണ്. നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റുകളുടെ റിലേഷൻഷിപ്പുകളൊക്കെയാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വേണം? മസ്റ്റായിട്ടും സ്പെസിഫിക് ഒബ്ജക്റ്റുകൾ റെപ്രസെൻ്റ് ചെയ്യണം. അതൊന്നുമാവാം അക്കോർഡിംഗ് ടു സിറ്റുവേഷൻസ്. ജോൺ, പാരിസ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേരിയബിൾസ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അതായത് ആർബിട്രറി എലമെൻറ്റ്, അതായത് ഒരു ഡൊമൈൻ്റെ ആർബിട്രറി എലമെൻ്റ് ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെൻ്റ് ചെയ്യാം. പിന്നെ പ്രെഡിക്കേറ്റ്സ് മസ്റ്റാണ്. പ്രോപ്പർട്ടീസ് ഓർ റിലേഷൻഷിപ്പൊക്കെ നമുക്കിവിടെ റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ എക്സാമ്പിളായിട്ട് ലവ്സ് ജോൺ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലവ് ആണ് പ്രെഡിക്കേറ്റ്, അതായത് റിലേഷൻഷിപ്പ് കാണിക്കുന്നത് അതിലൂടെയാണ്. പിന്നെ ഫങ്ഷൻസ് ആണ്. റിട്ടേൺ ഒബ്ജക്ട്സ് ഫ്രം ദ ഡൊമൈനിൽ എന്തെങ്കിലും വാല്യൂസൊക്കെ റിട്ടേൺ ചെയ്യാം. മദർ ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വാല്യൂ റിട്ടേൺ ചെയ്യാം. പിന്നെ ക്വാണ്ടിഫയേഴ്സ് യൂസ് ചെയ്യാം, അതായത് യൂണിവേഴ്സൽ ഫോർ ഓൾ, ഇത്രയും ഒബ്ജക്റ്റുകൾക്കെല്ലാം എന്നുള്ള മീനിങ്ങിലൊക്കെ നമുക്ക്, അതായത് ഇതൊക്കെ ലോജിക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണെന്ന് അർത്ഥം. പിന്നെ എക്സിസ്റ്റൻഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് ദർ എക്സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പണ്ട് കുറേ പ്രോബബിലിറ്റിയിലൊക്കെ പഠിച്ചിട്ടില്ലേ, അത്തരം കോൺസെപ്റ്റുകൾ. പിന്നെ ലോജിക്കൽ കണക്ടിവിറ്റി യൂസ് ചെയ്യാം, അതായത് എന്താണ് നോട്ട്, ആൻഡ്, ഓർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോർ ഓൾ എന്നൊക്കെ പറഞ്ഞിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കമ്പോണൻസ് ആണുള്ളത്. പിന്നെ വൈ FOPL ഇമ്പോർട്ടൻ്റ് ഇൻ AI? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത് എന്തുകൊണ്ട് FOPL ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറി? കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത് നമുക്ക് ഒരുപാട് ഡിസിഷൻസ് എടുക്കാനുണ്ടാവും ഓരോ സാഹചര്യത്തിനനുസരിച്ച്. അപ്പോൾ ചില റീസണിങ് നമുക്ക് ആവശ്യമാണ്, എന്നാലല്ലേ നമുക്കത് സൊല്യൂഷൻ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കോംപ്ലക്സ് നോളജിൻ്റെ കേസ് വരുമ്പോൾ അത് റെപ്രസെൻ്റ് ചെയ്ത് റീസണിങ് കണ്ടെത്തിയാലേ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കോംപ്ലക്സ് നോളജിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് FOPL പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫോർമൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഒരു ലോജിക്കൽ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോംപ്ലക്സ് നോളജിനെ റീസണിങ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് FOPL യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മെയിനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ടുള്ളത് നോളജ് റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പ്രയോറിറ്റി അതിനാണ് കൊടുക്കുന്നത്. അതായത് ഒബ്ജക്റ്റുകളെ റെപ്രസെൻ്റ് ചെയ്യുക, കാറ്റഗറീസിനെ റെപ്രസെൻ്റ് ചെയ്യുക, എന്തെങ്കിലും റിലേഷൻഷിപ്പുകൾ ഡൊമൈനുകൾക്കിടയിൽ ഉണ്ടെങ്കിൽ അത് റെപ്രസെൻ്റ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോർ ആൾ ക്യാറ്റ് ഓഫ് എക്സ്, ആനിമൽ എക്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ക്യാറ്റ്സ് ആർ ആനിമൽസ് എന്നാണ്. അപ്പോൾ അങ്ങനെ നോളജ്, കോംപ്ലക്സ് നോളജിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. പിന്നെ ഓട്ടോമേറ്റഡ് റീസണിങ്ങിന് വേണ്ടിയിട്ട്, ഇൻ്റർഫിയറൻസിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് FOPL യൂസ് ചെയ്യാം. അതായത് റൂൾസും ഫാക്ട്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കൺക്ലൂഷനിലേക്കൊക്കെ എത്തണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓട്ടോമേറ്റഡ് റീസണിങ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ റിസൊല്യൂഷൻ, യൂണിഫിക്കേഷൻ, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ചെയിനിങ് മെത്തേഡുകളൊക്കെയാണ് അതിനകത്ത് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതായത് നമുക്ക് നാച്ചുറൽ ലാംഗ്വേജിന് ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മനസ്സിലാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നാച്ചുറൽ ലാംഗ്വേജിനെ ലോജിക്കൽ ഫോമിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ എക്സ്പേർട്ട് സിസ്റ്റം അതായത് ഡൊമൈനെ എൻകോഡ് ചെയ്തിട്ട് ലോജിക്കൽ റൂൾസിലേക്ക് എക്സ്പെർട്ടൈസ് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്ലാനിങ് ആണ്. അതായത് നമുക്കൊരു കാര്യമുണ്ടെങ്കിൽ ആക്ഷൻസ് ആവട്ടെ, പ്രീ കണ്ടീഷൻസ് ആവട്ടെ, എഫക്റ്റുകളാവട്ടെ, അതൊക്കെ ഒരു ലോജിക്കൽ ഫോമിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാനും നമുക്ക് FOPയിൽ യൂസ് ചെയ്യാം. അതായത് എന്തിനൊക്കെയാണ് നമ്മൾ FOPയിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ടൂൾസ് ആൻഡ് സിസ്റ്റം യൂസിങ് FOPയിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് ഏതൊക്കെയാണ്? ഒന്ന് പ്രൊലോഗാണ്. അതൊരു ലോജിക്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പ്രെഡിക്കേറ്റ് ലോജിക്കിൻ്റെ ബേസിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ലാംഗ്വേജാണ് പ്രൊലോഗ്. പിന്നെ സെമാൻറ്റിക് വെബാണ്. ഇത് നോളജ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലോജിക്കൽ ഫൗണ്ടേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ലോജിക്കൽ തിങ്സ് യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ തിയറം പ്രൂവേഴ്സ്, അതായത് COQ, Z3, ഇസബെല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പ്രൂവേഴ്സും ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് പഠിക്കാനോ, അപ്പോൾ നമുക്ക് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇനി ലിമിറ്റേഷൻസിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ FOPയിൽ യൂസ് ചെയ്യുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്തുണ്ടാകുന്ന ലിമിറ്റേഷൻസ്? ഒന്നാമത്തെ കാര്യം കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റിയാണ്. അതായത് FOPയിൽ യൂസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും അൺഡിസൈഡബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻ്റർഫിയറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കാര്യവും ചെക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ റീസണിങ് ചെയ്യട്ടെ, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പ് റെപ്രസെൻ്റ് ചെയ്യട്ടെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന, അതായത് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. നമ്മൾ അൺസേർട്ടൈൻ ആയിട്ട് പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റിയാണ് ഇവിടെ പറയുന്നത്. പിന്നെ എക്സ്പ്രസീവ്നെസ് വേഴ്സസ് എഫിഷ്യൻസി, അതായത് ഇത് ഹൈലി എക്സ്പ്രസീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഓരോ റിലേഷൻഷിപ്പ് ആയാലും ശരി, റീസണിങ് ആയാലും ശരി, ഒക്കെ എക്സ്പ്രസീവായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മളുടെ പ്രൊബബിലിസ്റ്റിക് മെത്തേഡ്സ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഡൊമെയിൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അൺസേർട്ടൈൻ ആയിട്ടും വരാം. അതാണല്ലോ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും അൺസേർട്ടൈനിറ്റി വന്നു കഴിഞ്ഞാൽ പ്രൊബബിലിറ്റി മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ അത്ര എഫിഷ്യൻ്റ് അല്ല നമ്മുടെ FOPയിൽ എന്ന് പറയുന്നത്. പക്ഷേ ഭയങ്കര എക്സ്പ്രസീവാണ്, പക്ഷേ അത്ര എഫിഷ്യൻ്റ് അല്ല എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നോ ഇൻഹറൻറ്റ് സപ്പോർട്ട് ഫോർ അൺസേർട്ടനിറ്റി, പ്രൊബബിലിസ്റ്റിക് മെത്തേഡ്സിനുള്ള പോലെയുള്ള ഒരു സപ്പോർട്ടൊന്നും ഈ ഒരു നമ്മളുടെ FOPയിലിനില്ല. അതായത് ഒരു അൺസർട്ടനിറ്റി വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് അത്ര തന്നെ ഇതിൽ എഫിഷ്യൻ്റ് ആയിട്ടില്ല. പ്രൊബബിലിസ്റ്റിക് മെത്തേഡ്സിനകത്ത് ബയേഷ്യൻ നെറ്റ്വർക്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള സപ്പോർട്ട് നമ്മുടെ FOPയിലില്ല. അപ്പോൾ എന്താണ് FOPയിൽ എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത് നോളജ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടും റീസണിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലോജിക്കൽ സിസ്റ്റമാണ് ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്ക്. ഇതിനകത്ത് എന്താണിത് നമ്മൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്, കമ്പോണൻസ് എന്തൊക്കെ, കീ ആപ്ലിക്കേഷൻസ് പറഞ്ഞു, ടൂൾസ് പറഞ്ഞു, ലിമിറ്റേഷൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. കോൺസെപ്റ്റൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.